പൃഥ്വിരാജ് തൻ്റെ രാഷ്ട്രീയം വ്യക്തമായി പറയാറുണ്ട്. ചില സിനിമകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അത് അതിന് വ്യക്തമായൊരു നിലപാട്, എപ്പോഴും ഒരേ നിലപാട് കീപ്പ് ചെയ്ത് വരികയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ ചിത്രത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്, അദ്ദേഹമാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ള രീതിയിൽ നിർത്തുന്നത്. ആയിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അയാൾ അഭിപ്രായം രാഷ്ട്രീയമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരി. പക്ഷേ ഈ സിനിമയിൽ ഈ സിനിമയുടെ തലച്ചോറ് എന്ന് പറയുന്ന ആൾ അത് മറ്റാരുമല്ല, അതുല്യനായിട്ടുള്ള സിനിമാ നടനായിട്ടുള്ള ഭരത് ഗോപിയുടെ മകൻ മുരളി ഗോപി ആണ് ഈ സിനിമ എന്താണ് എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ പ്രത്യയശാസ്ത്രത്തിന് നമ്മൾ ഈ സംഘപരിവാർ വിമർശിക്കണമെങ്കിൽ വിമർശിക്കേണ്ടത് മുരളി ഗോപിയാണ്. കാരണം മുരളി ഗോപിയുടേതാണ് കഥ, മുരളി ഗോപിയുടേതാണ് തിരക്കഥ, മുരളി ഗോപിയുടേതാണ് സംഭാഷണം. അതേതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ബജ്രംഗി എന്ന് പറഞ്ഞതിനകത്ത് കഥാപാത്രം ഉണ്ടല്ലോ, വില്ലൻ കഥാപാത്രം. ആ വില്ലൻ കഥാപാത്രം എന്തു പറയണമെന്നും ആ വില്ലൻ കഥാപാത്രത്തിൻ്റെ പേരെന്താണെന്നും തീരുമാനിച്ചത് പൃഥ്വിരാജല്ല, മുരളി ഗോപിയാണ്. അതിന് കഥ തീരുമാനിച്ചത് മുരളി ഗോപിയാണ്. അതിൽ ഗുജറാത്ത് കലാപം കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചത് മുരളി ഗോപിയാണ്. ഇതിൽ ട്വിസ്റ്റ് ഒന്നും കൊണ്ടുവരാൻ ഈ ബാക്കിയുള്ളവർ ഡിസ്കഷൻ വേളയിൽ സാധിക്കില്ലേ? അല്ലയോ, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങളൊക്കെ ചിലത് പറഞ്ഞിരിക്കും. പക്ഷേ ആ മാറ്റങ്ങൾ പറയുമ്പോഴും ആ സിനിമ ഇന്ന് എന്തിൻ്റെ പേരിലാണോ വിമർശിക്കപ്പെടുന്നത്, ആ വിമർശിക്കപ്പെടുന്ന ഘടകങ്ങളുടെ മുഴുവൻ പിതാവെന്ന് പറയുന്നത് മുരളി ഗോപിയാണ്. മുരളി ഗോപിയുടെ തലച്ചോറിൽ ഉദിച്ചതാണ് ഈ കഥ. മുരളി ഗോപിയുടെ തലച്ചോറിൽ ഉദിച്ചതാണ് ഈ കഥയിലെ തിരക്കഥയും സംഭാഷണങ്ങളും. ആ സംഭാഷണങ്ങളും എല്ലാം തിരക്കഥയും മുരളി ഗോപിയുടേതാണെന്നിരിക്കെ അത് എക്സിക്യൂട്ട് ചെയ്ത ആളെ മാത്രം ഇങ്ങനെ നിരന്തരം ഇന്ത്യയിലെ ഒരു പാർട്ടിയുടെ ഇതിൻ്റെ RSSൻ്റെ മുഖത്ത് എന്തൊരു അസംബന്ധമാണത്.